ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞ പ്രമുഖ നടൻ നിവിൻ പോളിയാണെന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് മീഡിയ അടക്കം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തെളിവായിട്ട് സാധൂകരിക്കുന്ന തരത്തിൽ പറയപ്പെടുന്നത് ഈ ഒരു സിനിമ, ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സിനിമ ബേബി ഗേൾ ആണ്. അതിന്റെ സംവിധായകനായിട്ടുള്ള ഈ പറഞ്ഞ അരുൺ വർമ്മയും ലിസ്റ്റിൻ സ്റ്റീഫനും കഴിഞ്ഞ ദിവസം തന്നെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നിവിൻ പോളിയെ അൺഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ ഏകദേശം ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് നിവിൻ പോളി ഈ ഒരു സിനിമയെ ബന്ധപ്പെട്ട് മുന്നോട്ട് വരാതിരിക്കുകയും മറ്റൊരു സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ലിസ്റ്റിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊവോക്കഡായിട്ട് സംസാരിച്ചത് തരത്തിൽ. പക്ഷെ നിവിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ കുറച്ച് ഭാഗത്ത് നിൽക്കുന്ന തരത്തിൽ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ഈ ഒരു സെറ്റിൽ വെച്ചിട്ട് ആരോ കഞ്ചാവ് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് പോയി, അപ്പം അത് അയാളെ മാറ്റണം എന്നുള്ള തരത്തിൽ നിവിൻ പോളി സംസാരിച്ചു. പറ്റാത്ത തരത്തിലേക്ക് മുന്നോട്ട് പോയപ്പോഴാണ് നിവിൻ പോളി അവിടുന്ന് പോയത് എന്നുള്ള തരത്തിലൊരു വാദം വരുന്നുണ്ട്. ഇതല്ല എന്ന് പറഞ്ഞ് ഇതിന്റെ സംവിധായകനും മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല ഇപ്പോഴത്തെ യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത്. ലിസ്റ്റിന്റെ ഒരു കോഴിക്കോടുള്ള ഒരു പ്രമുഖ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ദളിത് പെൺകുട്ടിയെ അവിടുത്തെ അദ്ദേഹത്തിന്റെ മാനേജർ പീഡിപ്പിച്ചു, ഗർഭചിത്രം നടത്തി. ജനറൽ മാനേജരും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി പീഡിപ്പിച്ച അത്തരത്തിലാണ് ചെയ്തെന്നുള്ള തരത്തിലും ഇതിനെതിരെ ആ പെൺകുട്ടി ലിസ്റ്റിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നെന്നും പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നെന്നും ആ പ്രതി ഇതുവരെ പിടിച്ചിട്ടില്ല എന്നുള്ള തരത്തിലും ഈ പെൺകുട്ടി ഇദ്ദേഹത്തിനെ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ അറിയിക്കുകയും മറ്റു പ്രൊഡ്യൂസേഴ്സിനെ പലരെയും അറിയിക്കുകയും ചെയ്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന തരത്തിലേക്ക് ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്താണ് തോന്നിപ്പോകുന്നത് സ്വന്തം ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള തൊഴിലിടത്തിലുള്ള ലൈംഗിക പീഡനം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് സാധൂകരിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞു വെക്കാനോ ന്യായീകരിക്കാനോ പറ്റുന്നൊരു കാര്യമില്ല. അപ്പം ഒരു പെൺകുട്ടിക്ക് കൊടുക്കേണ്ട കുറേയധികം ഈ പറയുന്ന, അല്ലെങ്കിൽ പെൺകുട്ടി ആൺകുട്ടി ആവട്ടെ, അവർക്ക് കൊടുക്കേണ്ട ഒരുപാട് നീതിയുണ്ട്. ആ പെൺകുട്ടിയെ ഗർഭചിത്രം വരെ നടത്തുക എന്ന് പറയുന്നൊരു കൊലപാതകത്തിന് തുല്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നിട്ട് ഈ അഡ്വക്കേറ്റ് വിളിച്ചു ചോദിക്കുന്ന സമയത്ത് ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന രീതിക്ക് അദ്ദേഹം മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെതിരെ അവർ പോസ്റ്റ് വിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്, കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ നീതി തനിക്ക് ഉണ്ടാവുന്ന നീതി കേട് എന്ന് പറയുന്നതിനെ ഭയങ്കരമായിട്ട് വലുതായി കാണുകയും മറ്റുള്ളവരുടെ ഈ പറയുന്ന അപമാനിക്കുകയും അല്ലെങ്കിൽ ആ പറയുന്ന അവരുടെ മാനത്തിന് ഒരു വില കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന നീതികേടും അതങ്ങോട്ട് ന്യായീകരിക്കാൻ പറ്റാത്ത തരത്തിലാണ് തോന്നുന്നത്.